നമസ്കാരം, ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂത്ത് പേസ്റ്റ് മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചെരുപ്പ് വരെ എല്ലാ കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കാറുണ്ട്. ഇത്തരത്തിൽ മാറി മാറി വരുന്ന ഫാഷൻ കാഴ്ചകൾ, അതുപോലെ തന്നെ ട്രെൻഡുകൾ, ഇതെല്ലാം കുറച്ചൊക്കെ അറിയുന്നത് അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ചന്ദ്രലേഖയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബൊട്ടിക്കിലെ കാഷ്വൽ സാരീസ് ആണ്. ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ചോക്ലേറ്റ് ഐറ്റം മാർബിൾഡ് ചോക്ലേറ്റ് ആണ്. ഈ ഹോട്ട് ഓയിൽ മസാജ് ചെയ്താൽ മുടി നന്നായി വളരുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഹോട്ട് ഓയിൽ മസാജ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് എണ്ണ എങ്ങനെയാണ് ചൂടാക്കേണ്ടത്, ഇത് സംബന്ധിച്ച് നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ശരിക്കും എണ്ണ ഡബിൾ ബോയിലിംഗ് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എണ്ണ ഒരിക്കലും ഡയറക്റ്റ് ഹീറ്റ് ചെയ്യരുത്. ഇത് ആഴ്ചയിൽ 2 ദിവസം നമ്മൾ യൂസ് ചെയ്താൽ മുടി നന്നായി വളരാനും അതുപോലെ തന്നെ താരനൊക്കെ മാറാനും ഇത് സഹായിക്കും. പലപ്പോഴും നമുക്കിത് വീട്ടിലൊന്നും ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ബ്യൂട്ടി പാർലറുകളെ ആശ്രയിക്കാറുണ്ട്. അടുത്തതായി ചന്ദ്രലേഖയിലൂടെ കാണാം ഒരു ബ്യൂട്ടി പാർലർ സെഗ്മെന്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ സുന്ദരിയായിരിക്കുന്നത് നമ്മുടെ ട്രഡീഷണൽ കോസ്റ്റ്യൂമായ കസവ് മുണ്ടിലും സെറ്റ് സാരിയിലും ഒക്കെയാണ്. നമുക്കിതിനൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഓണമായാൽ സെറ്റ് മുണ്ടെടുക്കണം, അതിന് ടെമ്പിൾ ഇയറിങ്സ് ഇടണം, മുടി നിറയെ മുല്ലപ്പൂ ചൂടണം, ഇങ്ങനെ പോകുന്ന സങ്കല്പങ്ങൾ. എന്നാൽ ട്രഡീഷണൽ കോസ്റ്റ്യൂമിൽ ഒരു മോഡേൺ ലുക്ക് കൊണ്ടുവന്നാലോ? ഇന്ന് നമുക്ക് നോക്കാം ഒരു ട്രഡീഷണൽ കോസ്റ്റ്യൂമിൽ മോഡേൺ ലുക്ക് വന്നാൽ എങ്ങനെയിരിക്കുമെന്ന്. എങ്ങനെയാണ് ഒരു ട്രഡീഷണൽ ലുക്കിൽ ഒരു മോഡേൺ സ്റ്റൈൽ കൊണ്ടുവരാൻ പറ്റുന്നത്? രജനി പറഞ്ഞതുപോലെ മോഡേൺ സ്റ്റൈൽ എന്ന് പറയുന്നത് മോഡേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ മോഡേൺ സ്റ്റൈല് ചേരുള്ളൂ, അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ മോഡേൺ സ്റ്റൈല് ചേരുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അത് ശരിക്കും ഞങ്ങൾ ഒത്തിരി നാളായിട്ട് അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ട്രഡീഷണൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ കേരള സാരി, അല്ലെങ്കിൽ നമ്മുടെ ഈ അമ്പലത്തിൽ പോകുമ്പോൾ കൊടുക്കുന്ന ആ ഒരു സാരി, കേരള സാരി തന്നെ, അതിൽ ഞങ്ങൾക്ക് നോർമൽ ഒരു ട്രഡീഷണൽ ഒരു ലുക്ക് ഉണ്ട്. 2 ഭാഗത്ത് അല്ലെങ്കിൽ മുടി പിന്നി പൂവ് വെച്ച് വലിയ ജുംക്ക കമ്മലൊക്കെ ഇട്ട്, അങ്ങനെയാണ് ആ ഒരു സാരിയിൽ എപ്പോഴും എല്ലാവരും ചിന്തിക്കുന്നത്, ഇങ്ങനെയായിരിക്കണം ആ ലുക്കെന്ന്. അപ്പോൾ വേറിട്ടൊന്ന് ചിന്തിക്കാമെന്ന് ഞങ്ങളൊന്ന് ആലോചിച്ചു. അപ്പോഴാണ് ശരിക്കും ചില ബോളിവുഡ് സ്റ്റാർസിനെയൊക്കെ കാണാം. എൻ്റെ ഒരു ഇൻസ്പിറേഷൻ സോനം കപൂറാണ്. ആള് ഒരു സോങ് സീനിൽ കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാം ആ ഒരു കേരള സാരിനെ എത്രമാത്രം ഇമ്പോർട്ടൻസ്. അതെ, സൈഡ് കെട്ടി സൈഡിലൊരു മുല്ലപ്പൂവൊക്കെ വെച്ച് ശരിക്കും ഓർണമെന്റ്സ് ഒക്കെ മാറ്റി, അതായത് മോഡേൺ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് അങ്ങനെ ഒരു ലുക്കിൽ എങ്ങനെ വരും എന്നുള്ളത്. ആക്ച്വലി ഞങ്ങൾ അങ്ങനെ ഒരു കസ്റ്റമറിന് ഞങ്ങളൊരു കമ്പനി ഇൻഫോ പാർക്കിൽ തന്നെ ഞങ്ങളൊരു കസ്റ്റമറിന് ഇങ്ങനെ ഒരു കഴിഞ്ഞ ഓണം സെലിബ്രേഷന് അങ്ങനെ ഒരു ഒരുക്കി വിട്ടു. ശരിക്കും പറയുകയാണെങ്കിൽ അതിന് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫോ പാർക്കിൽ നിന്ന് തന്നെ ഒത്തിരി, ഇനിയിപ്പം ഓണം സീസണൊക്കെ വരുമ്പോൾ അവിടെ നിന്നാണ് ഒത്തിരി എൻക്വയറീസ് വരുന്നത്, ഇന്ന സ്റ്റൈലിൽ ചെയ്യാൻ പറ്റുമോ. നോർമലി ഇപ്പം വരുന്നത്, ഇപ്പം കൂടുതലും കസ്റ്റമേഴ്സ് വരുന്നത് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പും ആയിട്ടാണ് വരുന്നത്, ഇതുപോലെ ചെയ്യണം എന്നുള്ളത്. അപ്പം അതിന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി ഐഡിയാസ്, നമുക്ക് ശരിക്കും കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഒത്തിരി ഐഡിയാസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് കിട്ടുന്നത്. അത് വെച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് ശരിക്കും ഒരു സ്റ്റൈല് ക്രിയേറ്റ് ആവുന്നത്. ഓണം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം കുട്ടികൾക്കാണെങ്കിലും ഓഫീസിലുള്ളവർക്കാണെങ്കിലും ആദ്യം ഓർക്കുന്നത് ഓണം ഫംഗ്ഷൻ എങ്ങനെ കുറച്ചും കൂടെ സുന്ദരിയായിട്ട് അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ലുക്കിൽ പോകാന്നുള്ളതാണ്. നോർമലി എല്ലാവരും വേറിട്ട്, എല്ലാവരും കേരള സാരി ആയിരിക്കും, എല്ലാവരും മുല്ലപ്പൂ ഉണ്ടാവും. പക്ഷേ ഒരാളെ കാണുമ്പോൾ ഒരു വ്യത്യസ്തത തോന്നുന്ന രീതിയിൽ എങ്ങനെ ഒരുങ്ങാം എന്നുള്ളതാണ് ഈ വരാൻ പോകുന്ന ഒരു സെഗ്മെന്റിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ.
ശരിക്കും പറയുകയാണെങ്കിൽ നോർമൽ ഹെയർ തന്നെ ശരിക്കും പിന്നിയ ഹെയറിനെ ഞങ്ങൾ ചുറ്റി വെച്ചു. അതിൻ്റെ ഒരു സൈഡിൽ ശരിക്കും ആ ചുറ്റിയ ഹെയറിൽ ഫുൾ റൗണ്ട് മുല്ലപ്പൂ വെക്കുന്നതിന് പകരം ഒരു സൈഡിൽ മാത്രം അത് കൊടുത്തു. പിന്നെ നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന ജുംക്കക്ക് പകരം വേറെ ഒരു ഇയറിംഗ് നമ്മൾ വെച്ചു. ഇങ്ങനെ മാറ്റങ്ങൾ കുറച്ച് വന്നപ്പോൾ അതൊരു നല്ല മാറ്റമായി, നല്ല ഭംഗിയായി കാണാനായിട്ട്. ഇപ്പം എന്തിനും ഏതിനും ബ്യൂട്ടീഷ്യൻ അഡ്വൈസ് ചോദിച്ചിട്ടാണ് പെൺകുട്ടികളാണെങ്കിലും ഹൗസ് വൈഫ് ആണെങ്കിലും എല്ലാം ഒരു ഫംഗ്ഷന് അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലിന് പോകുന്നത്. ഇപ്പം നമ്മുടെ ട്രഡീഷണൽ കോസ്റ്റ്യൂമിൽ ഒരുങ്ങുമ്പം എല്ലാവർക്കും ഒരു തനതായ ഒരു സ്റ്റൈലുണ്ട്. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു റെഫറൻസ് അല്ലെങ്കിൽ വിളിച്ചൊരു അഡ്വൈസ് ചോദിക്കാറുണ്ടോ? ഏത് കോസ്റ്റ് ഇപ്പം സെറ്റും മുണ്ടിൻ്റെ കൂടെ ഏത് കളർ ബ്ലൗസ് അല്ലെങ്കിൽ ബ്ലൗസിനകത്ത് വേറെ എന്തെങ്കിലും ഡിസൈൻസ് അങ്ങനെ എന്തെങ്കിലും അഡ്വൈസ് ചോദിക്കാറുണ്ടോ? ശരിക്കും നോർമലി ഇപ്പം വരുന്നത് മാച്ചിങ് ആരും ഉപയോഗിക്കുന്നില്ല എന്നാണ്. പിന്നെ എന്തിനും ഏതിനും ബ്യൂട്ടീഷ്യൻ്റെ അഭിപ്രായമല്ല, എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക. ഇതിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഫിലിം ഫെയർ അല്ലെങ്കിൽ ഫെമിന ഇതുപോലുള്ള മാഗസീൻസ് ആണ്. നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫാഷനെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടും. എല്ലാ ടൈപ്പ് ഓഫ് സ്റ്റൈൽസും നമ്മൾ കാണണം, അറിയണം. ഫാഷൻ അതുപോലെയുള്ള എല്ലാ ഫാഷനും നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പം അപ്ഡേറ്റ് ചെയ്യുന്ന ന്യൂസ് അല്ലെങ്കിൽ കൂടുതലും ബോളിവുഡ് സ്റ്റാർസൊക്കെ പങ്കെടുക്കുന്ന ഒത്തിരി ഷോസ് ഉണ്ടാവും. ഷോസൊക്കെ കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ യൂസ് ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ കോസ്റ്റ്യൂം. അതെ അതെ, വളരെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക. അതാണ് ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം. അല്ലാണ്ട് ഇപ്പം ബ്യൂട്ടി ഫീൽഡിലായതുകൊണ്ട് മാത്രം നമ്മൾ അത് അറിയണം എന്നില്ല. നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക, നമ്മൾ എപ്പോഴും ന്യൂസസ് കണ്ടുകൊണ്ടിരിക്കുക, ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുമ്പോൾ ഫാഷൻ നമ്മുടെ അടുത്തെത്തിക്കുള്ളൂ. ഇപ്പം ട്രഡീഷണൽ കോസ്റ്റ്യൂമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഏത് ടൈപ്പ് ഓഫ് ഓർണമെൻറ്റ്സ് ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുക? പണ്ടൊക്കെ നമ്മൾ പാലക്കാമാല അങ്ങനെയൊക്കെയുള്ള ടെമ്പിൾ ഇയറിങ്സ് ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒക്കെ മാറി വെറൈറ്റി ആയിട്ട് പണ്ട് യൂസ് ചെയ്യാൻ പഠിച്ചിരുന്ന കാര്യങ്ങൾ കൂടി ഇന്ന് യൂസ് ചെയ്യും. അപ്പം ഏത് ടൈപ്പ് ഓഫ് ഓർണമെൻറ്റ്സ് ആയിരിക്കും ഈ കോസ്റ്റ്യൂമിന് യോജിക്കുക? ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ പാലക്കാമാലക്കും ടെമ്പിൾ ജ്വല്ലറിക്കും അതിൻ്റെതായ ഭംഗിയും പ്രാധാന്യവും ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുമ്പോൾ ഇപ്പം പഴയ സ്റ്റൈലൊക്കെ ഇപ്പം കൂടുതലും പുതിയ പാലക്കാമാല, മാങ്ങാമാല ഇതൊക്കെ തിരിച്ചു വരികയാണ്. ഇപ്പം വരുന്ന കൂടുതൽ ബ്രൈഡ്സ് തന്നെ ആയിക്കഴിഞ്ഞാലും അവർ ഈ പഴയ ഓർണമെൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ എല്ലാം കൂടെ മിക്സ് ആൻഡ് മാച്ച് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പം ഓരോ കസ്റ്റമേഴ്സിൻ്റെയും താല്പര്യം അനുസരിച്ചിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. പലർക്കും പല ഡൗട്ടുകളുണ്ടാവും. ചിലരുടെ ഓവൽ ഫേസ് ആകും, ചിലരുടെ റൗണ്ട് ഫേസ് ആകും, ചിലരുടെ കുറച്ചുകൂടെ നീളത്തിലുള്ള ഫേസ് ആകും. അപ്പം എല്ലാ ഫേസുകാർക്കും ഒരേ ഹെയർ സ്റ്റൈൽ എന്തായാലും യോജിക്കില്ല. അപ്പം എന്തെങ്കിലും ഒരു ടിപ്സ് പറഞ്ഞു കൊടുക്കാമോ പ്രേക്ഷകർക്കായിട്ട്? ഓക്കെ, ഹെയർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 3 ടൈപ്പ് ഓഫ് ഫേസ് ആണ് നോർമലി നമ്മൾ കാണുന്നത്. ഒന്ന് ഓവൽ ഷേപ്പ്, പിന്നെയുള്ളത് ഒരു നീളൻ ഫേസ് ഉണ്ടാവും, ചിലവർക്ക് നല്ല വട്ട മുഖം ഉണ്ടാവും. ഇപ്പോൾ ഈ വട്ടമുഖം എന്ന് പറയുമ്പോൾ ഇത്തിരി തടിച്ച് വട്ടമുഖമുള്ളവരാണെങ്കിൽ മുടി കെട്ടിവെക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടാവുന്നത്. അതേസമയം നീളൻ മുഖമൊക്കെ ആണെങ്കിൽ അവർക്ക് മുടി എപ്പോഴും അഴിച്ചിടുന്നത് ലൂസ് ഹെയർ ആയി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയായിട്ട്. പിന്നെ ഈ ഓവൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ലെയർ കട്ടൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ലേസർ കട്ടൊക്കെ ചെയ്തിരിക്കുന്ന കഴിഞ്ഞാൽ കുറച്ചും കൂടെ ട്രെൻഡി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാണുമ്പോൾ. ഇപ്പം പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് മേക്കപ്പ് എങ്ങനെ ചെയ്യാം. ചിലർക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ചിലർക്ക് സിമ്പിളായിട്ട് ഒരുങ്ങുന്നതായിരിക്കും ഇഷ്ടം. വേറെ ചിലർക്ക് ഇപ്പം നോർമൽ ഒരു പാർട്ടിക്ക് പോവുകയാണെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ അവർക്ക് കുറച്ചൊരു റിച്ച് സ്റ്റൈൽ ഒരുങ്ങുന്നത് തന്നെ ആയിരിക്കും ഇഷ്ടം. അപ്പം ഒന്ന് പറഞ്ഞു തരാമോ എങ്ങനെയാണ് മേക്കപ്പ് ബേസ് അല്ലെങ്കിൽ സിമ്പിൾ ലുക്ക് എങ്ങനെ പോകാം, ഒരു ഓഫീസിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളത്? രചന, മേക്കപ്പ് എന്ന് പറയുന്നത് അത് ഓരോ ഒക്കേഷനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഒരു പാർട്ടി മേക്കപ്പും ഒരു ഓഫീസ് പാർട്ടി മേക്കപ്പും നോർമൽ ഒരു നൈറ്റ് പാർട്ടി അല്ലെങ്കിൽ ഒരു ഡേ പാർട്ടി
അത് തന്നെ ഓഫീസ് ഒക്കേഷണലി പോകുന്ന സമയത്ത് വ്യത്യാസമായിരിക്കും. അതിപ്പം ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഹെവി മേക്കപ്പ് ഒക്കെ ഓഫീസ് പാർട്ടീസിനൊക്കെ പോകുമ്പോൾ. അവിടെ ഞങ്ങൾ ലൈറ്റ് മേക്കപ്പാണ് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഇപ്പോൾ നൈറ്റ് പാർട്ടീസ് അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം അനുസരിച്ചിട്ട് ഹെവി മേക്കപ്പ് കൊടുക്കും. വളരെ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്ത് പോകുന്നവരും ഉണ്ട്. നോർമലി ഹെയർ ചുമ്മാ ഒന്ന് സെറ്റ് ചെയ്ത് ലൈറ്റ് മേക്കപ്പ് ചെയ്ത് പോകുന്നത് വളരെ സ്വാഭാവികമാണ്. അതിപ്പം ഫ്രണ്ടിൻ്റെ ഒക്കെ കല്യാണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓഫീസ് ഫംഗ്ഷന് പോകുമ്പോൾ എന്തെങ്കിലും മീറ്റിങ്ങിന് പോകുമ്പോൾ അതൊക്കെയാണ് വളരെ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്ത് പോകുന്നത്. അതേസമയം മാരേജ്, റിസപ്ഷൻ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബ്രൈഡൽ മേക്കപ്പ് വരുമ്പോൾ കുറച്ചുകൂടെ റിച്ച് ലുക്ക് ആയിരിക്കും. അതെ അതെ, റിച്ച് ലുക്ക് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കുട്ടിയെ തന്നെ ട്രഡീഷണൽ കോസ്റ്റ്യൂമിൽ കണ്ടു. അതിന് ഹെയർ സെറ്റ് ചെയ്തതോടൊപ്പം തന്നെ ഫേസിലും കുറച്ച് മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്ത് ടൈപ്പ് ഓഫ് മേക്കപ്പ് ആണ്, എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, നോർമലി ക്ലെൻസർ, ടോണറൊക്കെ യൂസ് ചെയ്ത് മുഖം ക്ലീൻ ചെയ്തതിന് ശേഷം ബേസ്മെൻറ്റ് കൊടുത്ത്, ഇപ്പം മാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫേസിൽ തന്നെ ചെറിയ പിമ്പിൾസിൻ്റെ മാർക്സോ അല്ലെ ഡാർക്ക് മാർക്സോ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾസോ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൺസീലർ വെച്ച് അത് കവർ ചെയ്ത് അതിന് ശേഷമാണ് ഞങ്ങൾ ഫൗണ്ടേഷനും അതിൻ്റെ മേളിൽ ഏതാണോ പൗഡേഴ്സ് അതൊക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് ഐ മേക്കപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ലിപ്പ് മേക്കപ്പ് ചെയ്ത് ബാക്കി ഫിനിഷിങ് ടച്ച് ചെയ്തതിന് ശേഷമാണ് ഹെയറിലോട്ട് പോകുന്നത്. ഇപ്പം പല കളറിലുള്ളവരുണ്ട്. അതെ, ഇപ്പം നമ്മളിപ്പോൾ നോർമലി ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺസീലർ ചെയ്യുമ്പോൾ ഓരോ കളർ ടോണിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പം കൺസീലർ തന്നെ നമുക്ക് നല്ല കളറുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവിടെ കളർ വ്യത്യാസം വരും, കൺസീലറിൻ്റെ ടോൺ വ്യത്യാസം വരും. അതുപോലെ തന്നെ ഫൗണ്ടേഷനും. നമുക്കിടയിൽ തന്നെ പല നിറത്തിലുള്ളവരുണ്ട്, ഇരുനിറക്കാരുണ്ട്, അല്പം കൂടി വൈറ്റ് കളറുള്ളവരുണ്ട്. അപ്പം എല്ലാ ടൈപ്പിലുള്ള ആൾക്കാർക്കും എന്തായാലും ഒരേ ടൈപ്പിലുള്ള മേക്കപ്പ് അല്ല യൂസ് ചെയ്യുന്നത്. അത് കളർ ടോൺ അനുസരിച്ച് വേരി ചെയ്യും. അപ്പം ഒന്ന് സജസ്റ്റ് ചെയ്യാമോ ഏതൊക്കെ കളറുകാർക്ക് ഏതൊക്കെ മേക്കപ്പ് യൂസ് ചെയ്യാമെന്ന്? രചന, ആക്ച്വലി 2 ടൈപ്പ് ടോണേഴ്സാണുള്ളത്. ഒരു കളർ എന്ന് പറയുന്നത് ഒരു യെല്ലോയിഷ് കളർ, പിന്നെ ഉള്ളത് പിങ്ക് കളറാണ്. യെല്ലോയിഷ് കളറാണ് നമ്മൾ ഈ ഇരുനിറക്കാർക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ ഉള്ളത് നല്ല കളറുള്ളവർക്ക് യെല്ലോയിഷ് ഒരിക്കലും ഞങ്ങൾ യൂസ് ചെയ്യില്ല, കൂടുതൽ മാച്ച് ആവില്ല. അതെല്ലാം ഒത്തിരി വളറിയ അതിപ്പോൾ പിങ്കാണ് കളർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ചെറിയ കണ്ണുള്ളവർക്ക് നന്നായിട്ട് കണ്ണെഴുതി കൊടുക്കാറുണ്ട്. കണ്ണെഴുതുമ്പോൾ ഒത്തിരി കണ്ണ് വലിയ വലിച്ച് കണ്ണെഴുതി അതുപോലെ നമുക്ക് ഐലാഷസ് ഒക്കെ കൊടുക്കും. അതൊരു ടിപ്പാണ്. ചെറിയ കണ്ണുള്ളവർക്ക് ഐ മേക്കപ്പ് കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ കുറച്ച് നല്ലൊരു ലുക്ക് കിട്ടും. അതുപോലെ ചെറിയ ചുണ്ടുള്ളവർക്ക് ചുണ്ട് ഞങ്ങൾ ഡ്രോ ചെയ്ത് കൊടുക്കാറുണ്ട്, വരച്ച് അതിൽ ലിപ്സ്റ്റിക്കൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ഭംഗിയായിട്ടും ഒത്തിരി അട്രാക്റ്റീവായിട്ടും കാണാൻ കൂടുതൽ സഹായിക്കാറുണ്ട്. ഇപ്പം എനിക്ക് വന്നൊരു ഡൗട്ടാണ്. ഇപ്പം ബ്രൈഡൽ മേക്കപ്പ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ബ്രൈഡിനെ നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എന്തായാലും ആ ഒരു ദിവസം അവരുടെ ഹെയർ സ്റ്റൈൽ ഏത് ടൈപ്പ് ആവുമെന്ന് നിങ്ങൾക്കത് പരീക്ഷിച്ച് നോക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ ഒരുപാട് വെറൈറ്റി സ്റ്റൈൽ നോക്കി പരീക്ഷിച്ച് അവർക്കും കൂടെ കുറച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണോ തിരഞ്ഞെടുക്കുക? ശരിക്കും രചന, ഞങ്ങളൊരു പുതിയൊരു ബ്രൈഡ് വരുമ്പോൾ ബ്രൈഡൽ മേക്കപ്പിന് മുമ്പ് ബിഫോർ ഒരു 1 month എങ്കിലും നമ്മൾ സംസാരിക്കും. ഇതിപ്പം ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങുന്നതിൻ്റെ ഒരു 1 week or 2 weeks ബിഫോർ, ഇഫ് അവരിവിടെ കൊച്ചിനിൽ അവൈലബിൾ ആണെങ്കിൽ ഞങ്ങൾ ട്രയൽ എന്ന് പറഞ്ഞിട്ടൊരു ദിവസമുണ്ട്. ട്രയൽ ഡേ എന്ന് പറയുമ്പോൾ ഞങ്ങൾ 1 side മേക്കപ്പ്, ഹെയർ സ്റ്റൈൽ എല്ലാം ട്രയൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കും. അപ്പോൾ അത്രയും കെയർ കൊടുക്കണം. പിന്നെ ഒരു 2 weeks ബിഫോർ ഞങ്ങൾ പറയും ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ഡിസ്കസ് ചെയ്യാം. അവരുമായിട്ടൊരു പേഴ്സണൽ ടോക്കിന് ശേഷമാണ് ഞങ്ങളൊരു ബ്രൈഡൽ മേക്കപ്പിലോട്ട് കിടക്കുന്നത്. അതെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്റ്റൈൽ, ഒരു ഹെയർ സ്റ്റൈൽ കാണിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ നോർമലി ഇപ്പോൾ വരുന്ന ബ്രൈഡ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ ആക്ച്വലി അവർക്കൊക്കെ സ്വന്തമായിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. ഇന്ന രീതിയിലായിരിക്കണം ഞാൻ, അന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്ന്. അതെ അതെ, അവർ എപ്പോഴും ചിന്തിച്ച് അവരൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഇരിക്കും. അപ്പം അതുപോലെ ആയി വരണം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി 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 മതി. അപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ നല്ലൊരു ട്രഡീഷണൽ ലുക്കിൽ നല്ലൊരു മോഡേൺ സ്റ്റൈൽ കൊണ്ടുവന്ന് ഇത്രയും നേരം, അതുപോലെ തന്നെ എങ്ങനെ മേക്കപ്പ് ചെയ്യാം, ന്യൂ സ്റ്റൈൽസ്, ഒരുപാട് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്.
നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബൊട്ടിക്കിലെ കാഷ്വൽ സാരീസ് ആണ്. എത്രയൊക്കെ പുതിയ മോഡേൺ വേഷങ്ങൾ വന്നാലും നമുക്ക് സാരിയോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മളിൽ പലരും ഡെയിലി സാരി ഉടുക്കാറുള്ളവരാണ്. പക്ഷെ പലപ്പോഴും തിരക്ക് കാരണം നമുക്ക് സാരി ഭംഗിയായി ഉടുത്ത് പോകാൻ സാധിക്കാറില്ല. ഇതിനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. നമുക്ക് സമയമുള്ളപ്പോൾ ഉള്ള സാരികളൊക്കെ ഏൺ ചെയ്ത് അതുപോലെ പ്ലീറ്റ്സ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് എത്ര തിരക്കിലും സാരി ഉടുത്ത് പോകാൻ സാധിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പനമ്പള്ളി നഗറിലെ ആഷിമ ഫാഷൻസിലെ സാരി ട്രെൻഡുകളാണ്. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബൊട്ടിക്കിലെ കാഷ്വൽ സാരീസ് ആണ്. കാഷ്വൽ സാരീസ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ പുറത്ത് പോകുമ്പോൾ ആയിരിക്കാം, ഓഫീസിൽ പോകുമ്പോൾ ആയിരിക്കാം. അതിപ്പോൾ എങ്ങനത്തെ സാരീസ് നമുക്ക് ഉടുക്കാം, ഡിഫറെൻറ്റ് ഫാബ്രിക്സിലാണ് ഞാൻ കാഷ്വൽ സാരീസ് കാണിക്കാൻ പോകുന്നത്. ഇതൊരു കാഷ്വൽ സാരിയാണ്. ഇത് നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ മീൻസ് ഷോപ്പിംഗ് അങ്ങനെ പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇതൊരു ട്രെൻഡി യുണീക്ക് സാരിയാണ്. സാറ്റിൻ ക്രേപ്പാണ് മെറ്റീരിയൽ. ഇതിൻ്റെ പല്ലു പിങ്ക് ആണ്, ബ്രൈറ്റ് പിങ്ക്. നിയോൺ കളർ, നിയോൺ ഗ്രീൻ ആണ് ഇതിൻ്റെ ബോർഡർ വരുന്നത്. വളരെ സോഫ്റ്റ് മെറ്റീരിയലാണിത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് പ്ലീറ്റ്സിൽ വരുന്നത്. പ്ലെയിൻ പല്ലു ആണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് ഡോട്ട്സ് ആണ് വരുന്നത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഇത് സാറ്റിൻ ക്രേപ്പാണ്. വളരെ സോഫ്റ്റ് മെറ്റീരിയൽ. ഇതിൻ്റെ ഫുൾ ബോഡിയിൽ ഡോട്ട്സ് വരുന്നുണ്ട്. മസ്റ്റേർഡ് യെല്ലോ ആണ് കളറ്. ഇതിൽ പിങ്ക് ബോർഡറാണ് വരുന്നത്. ഇതിൻ്റെ പ്ലീറ്റ്സിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ പ്ലീറ്റ്സിൽ മാത്രമായിട്ട് വരുന്നുണ്ട്. ഇതെവിടെയെങ്കിലും ഏതെങ്കിലും വീട്ടിലൊക്കെ വിസിറ്റിനൊക്കെ പോകുമ്പോഴും ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴും ഇത് യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പല്ലു. ഇതിൻ്റെ ബ്ലൗസിൽ ഒരു ഷിമ്മർ ബോർഡർ വരുന്നുണ്ട്. ഇതൊരു ഷിഫോൺ മെറ്റീരിയൽ ഫ്ലോറൽ പ്രിൻറ്റഡ് സാരിയാണ്. ഇത് കാഷ്വലായിട്ട് ഉടുക്കാം. ഇതിൽ ഫുൾ സ്റ്റോൺസ് ഉണ്ട്. പക്ഷേ പാർട്ടി വെയർ ആയിട്ടല്ല, ഒത്തിരി ഹെവി ആയിട്ട് സ്റ്റോൺസ് ഇല്ല. രണ്ട് ചെറിയ ബോർഡറാണ്, തിൻ ബോർഡേഴ്സാണ് ഇതിൽ വരുന്നത്. കാണാൻ പറ്റും. സിൽക്ക് ബോർഡറാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് റോ സിൽക്ക് ബ്ലൗസാണ്. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ലിനൻ സിൽക്ക് സാരിയാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഇതിനെ യൂണീക്ക് ആക്കുന്ന ഒരിതാണ് ഇതിൻ്റെ പല്ലു. പല്ലു മാത്രമാണ് ഇത് ബ്ലൂ വരുന്നുള്ളൂ, വേറെ എവിടെയും ബ്ലൂ കളർ വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ബ്ലൗസിലാണ് ബ്ലൂ കളർ വരുന്നത്. ബ്ലൗസ് ഇതൊരു വോവൻ ഓർഗൻസ സാരിയാണ്. ഇതിൽ ഫുൾ വീവിങ് വരുന്നുണ്ട്. ഇതിൻ്റെ പല്ലു ബനാറസിൽ വീവ് ചെയ്ത് വരുന്നതാണ്. പല്ലു ഓർഗൻസയാണ് വരുന്നത്. ഓർഗൻസയിൽ വീവിങ്, ടിഷ്യൂ വീവിങ് വരുന്നുണ്ട്. ദെൻ തിൻ പിങ്ക് ബോർഡർ വരുന്നുണ്ട് ഇതിന്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ടിഷ്യൂ ലൈനും ഉണ്ട്. ബ്രൈറ്റ് കളറാണ്. എന്തിനും വേണേലും ഇടാം. ലൈക്ക് ചെറിയ പാർട്ടീസ്, വിസിറ്റ്സിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിളാണ്, ലൈറ്റ് വെയ്റ്റുമാണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കാഷ്വൽ കോട്ട സാരിയാണ്. കാഷ്വൽ എന്ന് ഉദ്ദേശിക്കുന്നത് നോർമലി നമുക്ക് മെയിനായിട്ട് കംഫർട്ടബിൾ ആയിട്ടിരിക്കണം. ഈ കോട്ട സാരി എന്ന് പറയുന്നത് ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉടുക്കാം. ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിരിക്കും, മാനേജ് ചെയ്യാൻ ഈസിയാണ്. ഓഫീസ് വെയർ ആയിട്ട് പുറത്തെവിടെയെങ്കിലും പോകണേലും ഇതൊക്കെ യൂസ് ചെയ്യാനും. പിന്നെ ഇപ്പോൾ കോട്ടയിൽ ഇങ്ങനെ ട്രെൻഡി ആയിട്ട് കളേഴ്സൊക്കെ മിക്സ് ചെയ്ത് യങ്സ്റ്റേഴ്സിന് വേണ്ടിയും കോട്ടാസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇത് പല്ലുവാണ്. ദെൻ ഇത് ഫ്യൂഷൻ ആയിട്ടാണ് വരുന്നത്. കാഷ്വൽ ആണെങ്കിലും കുറച്ച് കാണാൻ നല്ല ട്രെൻഡി ആയിട്ടുണ്ട്. ബ്ലാക്ക് ആണ് പ്ലീറ്റ്സിൽ വരുന്നത്. ട്രയാങ്കിൾ ഷേപ്പിൽ അതിൻ്റെ പ്രിൻറ്റും വരുന്നുണ്ട്. ബ്ലാക്ക് ബ്ലൗസാണ് ഇതിന് വരുന്നത്. ഇതൊരു വളരെ ക്ലാസി പീസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് പ്യുവർ ടസറാണ്, സോഫ്റ്റ് ടസർ. സാധാ ടസേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റിഫായിട്ട് നിൽക്കും, പക്ഷേ ഇതിൻ്റെ പ്യൂരിറ്റി കൊണ്ടാണ് ഇത് ഇത്രയും സോഫ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് ഫുൾ സ്ട്രൈപ്സാണ് വരുന്നത്. ഇതിപ്പോൾ എസ്പെഷ്യലി പനമ്പള്ളി നഗറിലെ ടേസ്റ്റ് എന്ന് ഇതിന് പറയാൻ വേണമെങ്കിൽ. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൂടുതലും
വുമൻസ് പ്രിഫർ ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഇവിടെ കൂടുതലും കാഷ്വൽസ് ഒക്കെ കസ്റ്റമേഴ്സ് വന്ന് ചോദിക്കുന്ന ഇങ്ങനത്തെ ടെസർ, പ്രിൻറ്റഡ് ടെസേഴ്സ്, വോവൺ ടെസേഴ്സാണ്. അതിലൊരു ഡിസൈനർ ടെസറാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതിൻ്റെ പ്ലീറ്റ്സിൽ ഇതുപോലെ സ്ട്രൈപ്സ് വരും. ഫുൾ പ്രിൻറ്റഡാ, സോഫ്റ്റ് ടെസറാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പ്രിൻ്റ് ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. അതുപോലെ തന്നെ വീട്ടമ്മമാർക്കൊക്കെ ഈ ചോക്ലേറ്റ് മേക്കിംഗ് ശരിക്കൊരു വരുമാന മാർഗം കൂടിയാണ്. എളുപ്പം വീട്ടിൽ എങ്ങനെ ചോക്ലേറ്റ് തയ്യാറാക്കാം നമുക്ക് കാണാം. ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ചന്ദ്രലേഖയിലൂടെ. നമസ്കാരം. ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ചോക്ലേറ്റ് ഐറ്റം മാർബിൾഡ് ചോക്ലേറ്റ് ആണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ്, ഒരു ടൂത്ത് പിക്ക്, ഒരു മോൾഡ്. നമുക്ക് ആദ്യം ഈ ഡാർക്ക് ചോക്ലേറ്റും ഈ വൈറ്റ് ചോക്ലേറ്റും സെപ്പറേറ്റ്ലി മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഡബിൾ ബോയിലിംഗ് രീതിയിലോ അല്ലെങ്കിൽ മൈക്രോവേവിലോ വെച്ചിട്ട് മെൽറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും മെൽറ്റ് ആയിട്ടുണ്ട്. മാർബിൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ മെൽറ്റഡ് വൈറ്റ് ചോക്ലേറ്റ് മോൾഡിൽ ഒഴിക്കാം. ഓരോ ക്യാവിറ്റിയുടെയും ഒരു 1/4 ഭാഗം വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് നിറയ്ക്കണം. ഓരോ ക്യാവിറ്റിയും ഓൾമോസ്റ്റ് 3/4 ലെവൽ വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ഫിൽ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ ഡാർക്ക് ചോക്ലേറ്റ് ഒഴിക്കാം. അപ്പം ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് വളരെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വളരെ പതുക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യണമെങ്കിൽ. അധികം ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ട് ഒരു ഗ്രേ കളർ കിട്ടും. ഇപ്പം നല്ല മാർബിൾഡ് ഇഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മാർബിൾ ചോക്ലേറ്റ് ഡീമോൾഡ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ചോക്ലേറ്റ്സ് വീട്ടിൽ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിരിക്കും. തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. പുതിയ പുതിയ കാഴ്ചകളും പുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും മറ്റൊരധ്യായത്തിൽ കാണാം.